ഇത് കണ്ടോ, നിങ്ങളൊക്കെ ഒരു സാധനം കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഞാനിതാ അലക്കിയിട്ടില്ലത് ഇങ്ങനെ മടക്കി വെച്ചതായിരുന്നു. മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടി വെച്ചതാണ്. ഇവിടെ മടക്കി വെച്ചിട്ട് അതിലേക്ക് വെക്കാൻ വേണ്ടി നോക്കി. ഞാൻ കുറച്ച് നേരമായി. ലോറമ്മോളും ഇവിടെ കടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ റോക്കിമോൻ എപ്പോഴും ഓളെ കൂടെ ഉണ്ടാവില്ല. റോക്കിമോനെ കാണില്ല. ഞാൻ എന്നിട്ട് കുറേ തിരഞ്ഞു, ഇവിടെ പോയി. എന്നിട്ട് ഞാൻ കടക്കയിലേക്ക് നോക്കിയില്ല കേട്ടോ. ഞാൻ തുണിയാ വിചാരിച്ച് ശ്രദ്ധിച്ചില്ല. ഇപ്പം ഞാനൊക്കെ മടക്കി എടുക്കാണ്ട് ഓരോന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ഞാനിതാ ഈ ആളിതാ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന മാതിരി ഉറങ്ങുക. കുഞ്ഞാവ് എങ്ങനെയാണ് എപ്പോഴും അവന് കിടക്ക വേണം, ഒരു ഉയരം വേണം. അവൻ എന്തെങ്കിലും ഒരു ഉയരത്തിൽ കിടന്നുറങ്ങണം. അതാണ് അവൻ്റെ ഒരു ശീലം. അങ്ങനെയാ ഞങ്ങളെ സ്ഥാനമൊക്കെ കൈയടക്കിയിട്ട് ഞങ്ങളെന്താ പറയുക, അങ്ങനെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതെന്ന് പറഞ്ഞ മാതിരി അല്ലേ കുഞ്ഞിനെ ഇതാക്കല്ലേ പോകുന്നത്. കോമഡിക്ക് വേണ്ടി അതൊന്നും ഉപയോഗിച്ചിരുന്നേ ഉള്ളൂ. ആദ്യം കുറച്ച് തല വെക്കട്ടെ, ഇത് കുറച്ച് കൈ വെക്കട്ടെ, പിന്നെ കുറച്ച് കാലിട്ട്, പിന്നെ മുഴുവൻ വെച്ച് പിന്നെ ഞങ്ങൾ ഈ തലണയിൽ നിന്ന് ഉന്തി മാറ്റിയിട്ട് ഈ തലണയിൽ അവൻ കയറി ഇങ്ങനെ കിണറുകയാണ് ചെയ്യുക. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങളെ മേല് വയറിൽ, പിന്നെ സുരേഷേൻ്റെ മേല് വയറിൽ, അങ്ങനെയൊക്കെ ആയിട്ട് ചില നേരത്ത് സുരേഷേൻ്റെ വയറിൽ ഇരുന്ന് കാണാം ഇങ്ങനെ രോമം കൊത്തിയുള്ള രോമമൊക്കെ തൊഴിക്കും. ഇപ്പോൾ മൂപ്പർക്കാണെങ്കിൽ അലർജീൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ തുണിയിട്ട് ഞാനും പാവം കുഞ്ഞിനെ പുറത്താക്കുന്നില്ല കേട്ടോ. പക്ഷെ പിന്നെയാണ് അറിഞ്ഞത് അവനെ അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് അവൾക്ക് ഡിസ്റ്റർബ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ഉറങ്ങാൽ ഇപ്പം ആർക്കും പറഞ്ഞ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഉറക്ക് വലുത് തന്നെയുള്ള ആ സമയത്ത്. അപ്പം അവൾക്ക് പിന്നെ ഉറക്ക് പോയാൽ പിന്നെ ഒരു ഇതാണ്, അങ്ങനെ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ഒരാൾ പിടിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞു. അപ്പം വിഷ്ണുമോൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ സംഭവം. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് പിടിച്ച് പുറത്താക്കിയിട്ട് ഞങ്ങൾ കുഞ്ഞാവൻ ഇതോ ഇവിടെ തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങളിങ്ങനെ ഇതൊക്കെ മാറ്റിയൊക്കെ വെച്ച് വിരിച്ച് ഇതെല്ലാം കഴിച്ചാണെന്ന് കിടന്നുറങ്ങുക. ഇപ്പോഴും രാത്രി കിടക്കൊക്കെ ഒന്ന് വിരിച്ച് മാറ്റി ഇതാക്കും. കാരണം അതുങ്ങളെ രോമവും ഈ കിടക്കയിലാണല്ലോ ഇവരെല്ലാം അംഗവും എല്ലാം തല്ലും കുത്തും അംഗവും ഇതൊക്കെ ആയിട്ട് കിടക്കയിലാണല്ലോ. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചേ കിടക്കാവും, ഒന്നിച്ച് കാണും വേണം ആളെ. ഞാനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ അവിടെ നിന്ന് സ്നേഹിക്കുന്നുണ്ടോ അല്ലത് രണ്ടുപേർക്കും അറിയണം. റോക്കിനെ ഞാൻ സ്നേഹിക്കുന്ന ലോറക്കും, ലോറനെ ഞാൻ സ്നേഹിക്കുന്ന റോക്കി കുട്ടനും, അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഇതായിട്ട് എന്നിട്ട് ഞാൻ തിരഞ്ഞ് മതിയായിട്ട് ഇതപ്പം കണ്ട ആളാണിത്. അയാൾ ഉറങ്ങുന്നത്. പിന്നെ അവനിപ്പം കുറച്ച് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫാക്കി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ നടുക്ക് തിക്കി ഇങ്ങനെ കിടക്കും കച്ചി. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചാടി കണ്ട് താഴെ പോയി കിടക്കുന്നു. അതേ സ്പീഡിൽ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചാട്ടം. അയ്യോ മുകളിൽ ഞാൻ വിചാരിക്കും നല്ല ഉറക്കത്ത്, അയ്യോ ഇതെന്താ എലി, എന്തെന്നാ ഈ വീണെന്ന്. എലിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ, നല്ലൊരു കോമഡിക്ക് ഇങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ പെട്ടെന്ന് ഉറക്കത്ത് നമ്മൾ ഞെട്ടിപ്പോകുന്നത് എന്താണ് ഇപ്പം ശീലമായിട്ടോ. ഇപ്പം അതുകൊണ്ടാണ് ഞങ്ങളെ മേലിൽ വന്നതും കയറിയിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് പോകുന്നത് ഞങ്ങൾ അറിയത്തേ ഇല്ല. കർത്താൻ്റെ ഉപയാൽ അങ്ങനെ ഞങ്ങളങ്ങനെ ഉറങ്ങിപ്പോകും. ആണ് റോക്കിക്കുട്ടൻ്റെ വീരപരാ ഹോബികളൊക്കെ. പാവൻ്റെ കുഞ്ഞ് കണ്ടില്ലയോ, കുഞ്ഞ് അവൾക്കിഷ്ടമല്ല കിടക്കയിൽ കിടക്കുന്നത്. അവൾ തനി തറയിൽ അറിയുമ്പോൾ അവൾ തറയിൽ തന്നെയാണ്. അതൊക്കെ വിരികളൊക്കെ ഇവർക്ക് വിരിച്ച് കൊടുക്കുന്നതാണ്. പക്ഷെ അവൾക്ക് ഈ വിരി ഒക്കെ ആയിട്ട് ഒരു കുഷ്യൻ ഒരു കടക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ ഞാൻ റോക്കിക്കുട്ടൻ്റെ കൂട്ടിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വെറുതെയാണ്, അവൻ കൂട്ടിലൊന്നും കിടക്കില്ല, അവന് ഫ്രീ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങളും ഫ്രീ ആയിട്ടാണ് ഇട്ടു. എന്തായാലും അടിയൊക്കെ കൂടി എല്ലാം കഴിഞ്ഞിട്ട് പാവം ക്ഷീണിച്ച് ഉറങ്ങുകയാണ് നമ്മുടെ വീര കുഞ്ഞാച്ചക്കുട്ടി. ഇത് ധീര എന്താണ് പറയണ്ടേ, ആരാണിത്? ധീര റോക്കിക്കുട്ടൻ.